ഒരു പള്ളിയിൽ കഴിഞ്ഞ വർഷം ഞാൻ ധ്യാനിപ്പിക്കാൻ 80 വയസ്സുള്ള അപ്പനും അതേ പ്രായമുള്ള അമ്മയും. അപ്പൻ്റെ പുറത്ത് തൊലി പൊട്ടി കിടക്കുക. ഈ അമ്മ അടുത്തിരുന്ന് മരുന്നിട്ട് കൊടുക്കുന്നു, ചൂടുവെള്ളത്തിൽ തുണി മുക്കി മുറിവ് തുടച്ചു കൊടുക്കുന്നു, എണ്ണയും മറ്റും പുരട്ടി കൊടുക്കുന്നു. 3 കെടാമുട്ടന്മാർ ആമക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. അവർക്കാർക്കും അപ്പനെ നോക്കാൻ മടി, അറപ്പ്. അതുകൊണ്ട് അവർ വേറെ താമസിക്കുക. ഈ അമ്മയാണ് ശുശ്രൂഷ, പ്രായമായ അമ്മ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 ആമകളും അപ്പൻ്റെ വാതുക്കൽ നിന്ന് മാറത്തില്ല, കട്ടിലേൽ നിന്ന് പൊങ്ങത്തില്ല, അവിടെ തന്നെ ഇരിപ്പാണ്. അപ്പം അമ്മയോട് ചോദിച്ചു, ഇതെന്താ വീതം വല്ലതും കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു, അതോ കട്ടിയുള്ള ധ്യാനം വല്ലതും കൂടിയോ മക്കൾക്ക് ഈ മാറ്റം? അമ്മ പറഞ്ഞു, ധ്യാനം കൂടിയിട്ടുമില്ല, വീതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. 3 മാസം മുമ്പ് ഞാനൊരു പൊടിക്കൈ കാണിച്ചു. അതിൻ്റെ ഇഫക്റ്റാ. എന്താ കാണിച്ചത്? 3 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാൻ വേണ്ടി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാനിവിടെ നിർത്തിയതാണ്. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല, കല്ലിൽ നിന്ന് പൊങ്ങത്തുമില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പനെ നോക്കണമെങ്കിൽ സുന്ദരിയായ ഹോം നേഴ്സും കൂടി ഒരു ബോണസ് പോയിൻ്റ് പോലെ കുടുംബത്തിൽ വേണം. ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. കുന്നും മലയും നിരത്തണം, താഴ്വര നികത്തണം, വളഞ്ഞ വഴി നേരെയാകണം, പരിപറ്റത് മൃദുവാക്കപ്പെടണം. കൊല്ലരുത്. ജെറമിയ 1:5. ജെറമിയ പ്രവചനം 1:5. നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, തിരഞ്ഞെടുത്തതാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചോ അതിൻ്റെ ജീവൻ്റെ അവകാശം ദൈവത്തിന് മാത്രമാണ്. ഭൂമിയിൽ മറ്റൊരാൾക്കും ആ കുഞ്ഞിൻ്റെ മേൽ കൈവെക്കാൻ അവകാശമില്ല.